മാംഗല്യം രചനാവതരണം നന്ദോച്ചു കൃഷ്ണ. ദേ കോഫി. അവന്റെ മുന്നിലേക്ക് നല്ലോണം ദേഷ്യത്തിൽ വെച്ചതുകൊണ്ടാകും കുറച്ചധികം തുളുമ്പി ആ ഡെസ്കിലേക്ക് തന്നെ വീണത്. വിയർത്ത് കെട്ടിനിൽക്കുന്ന മുഖവും അവൾ വെച്ച രീതിയുമൊക്കെ കണ്ടപ്പോൾ തന്നെ ഹരിക്ക് മനസ്സിലായി അവളുടെ ദേഷ്യം ഒരിത്തിരി പോലും അടങ്ങിയിട്ടില്ലെന്ന്. അതുകൊണ്ട് തന്നെ കണ്ണു മിഴിച്ച് വെട്ടിത്തിരിഞ്ഞു പോകാൻ നിന്നവളെ ഇടം കൈയും കൊണ്ട് പിടിച്ചവൻ ഒന്ന് വലിച്ചടുപ്പിച്ചതും മണിക്കുട്ടി അവന്റെ നെഞ്ചിലേക്ക് എന്ന പോലെ സോഫയിലേക്ക് വന്നു വീണു. പെട്ടെന്നുള്ള അവന്റെ പിടുത്തവും മൂക്കിനുള്ളിലേക്ക് തുളച്ചു കയറുന്ന അവന്റെ പെർഫ്യൂമിന്റെ ഗന്ധവും പരിഭവവും ദേഷ്യവും നിറഞ്ഞു നിന്ന മുഖത്താകെ വിയർപ്പ് തുള്ളികൾ നിരന്നുയരാൻ പിന്നെ അധിക നേരമൊന്നും വേണ്ടി വന്നില്ല. എങ്കിലും മൂക്കിൻ തുമ്പിലും മേൽചുണ്ടിലുമൊക്കെ പൊട്ടുപോലെ ഉയർന്നു തുടങ്ങിയ വിയർപ്പ് തുള്ളികളെ അവൻ കൗതുകത്തോടെ നോക്കി. അവൻ അറിയാതെ ഉയർന്ന കൈ മെല്ലെ അതിലൊന്ന് തൊടാൻ പോയതും അവൾ പെട്ടെന്ന് പിന്നിലേക്ക് നീങ്ങി. അവളുടെ ആ പ്രവൃത്തി അവന് പെട്ടെന്നാണ് പരിഭവം നിറച്ചത്. അതിന്റെയാവും ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിയ കയ്യിൽ വലിച്ച പെണ്ണിനെ പിന്നെയും നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ടവൻ മെല്ലെ ആ മൂക്കിത്തുമ്പിലൊന്ന് തൊട്ടത്. പെണ്ണിന്റെ ശരീരം വിറച്ചതവൻ തന്റെ നെഞ്ചിലറിഞ്ഞു. എന്തുപറ്റി? വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ കണ്ണേ. കണ്ണുകൾ ചെറുതാക്കി കുറുമ്പ് നിറഞ്ഞ ആ ചോദ്യത്തിൽ പെണ്ണിന്റെ ഇമകൾ വെട്ടി. മൂക്കിൻ തുമ്പും കവിളുകളും ചുവന്നു. അത്രയും അരികിലായതുകൊണ്ടാകും അവന്റെ വിയർപ്പിന്റെയും പെർഫ്യൂമിന്റെയും വല്ലാത്തൊരു ഗന്ധം അവളിലാകെ പടർന്നു. പെണ്ണിന്റെ ശരീരം ആകെ വല്ലാത്തൊരു കുളിര് കോരി. അവന്റെ കണ്ണിൽ നോക്കി അതുവരെ ശ്വാസം പിടിച്ചു നിന്നവളുടെ നോട്ടം തന്റെ മുഖത്തു നിന്നും മാറുന്നില്ലെന്ന് തോന്നിയതും ഹരി അവളുടെ കൺപീലികളിലേക്ക് മെല്ലെ ഒന്ന് ഊതി. അല്പം മുന്നേ വരെ വാശിയും ദേഷ്യവും നിറഞ്ഞു നിന്നവളുടെ മുഖം പെട്ടെന്ന് ചെന്താമര പോലെയാണ് ചുവന്നുപോയത്. ഇങ്ങനെ നിന്ന് ചുവക്കല്ലേ കണ്ണേ. പെണ്ണിനെ ഒന്നും കൂടി തന്നിലേക്ക് അടുപ്പിച്ച് ചെവിത്തുമ്പിൽ ചുണ്ടുകൾ തൊടും പോലെ അത് പറയുമ്പോൾ ഹരിയുടെ ശരീരവും ചെറുതല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അല്പം മുന്നേ വരെ ഏതൊരു വികാരം അടക്കാനാണോ അവൻ ചൊടിച്ചത് അത് പൂർവാധികം ശക്തിയിൽ അവനിലേക്ക് തന്നെ തിരിച്ചെത്തുന്ന പോലെയായിരുന്നു അവന്റെ വാക്കുകൾ അത്രയും. അവന്റെ ആ മനോഹരമായ ചിരിയിൽ നോക്കിയിരിക്കെ ചുറ്റുമുള്ളതൊക്കെ മറന്നു പോകുന്ന പോലെ തോന്നിപ്പോയി അവൾക്ക് അവളുടെ ലോകം. അതുവരെ അവനിൽ നിന്നും അകലാൻ ശ്രമിച്ചവൾ മെല്ലെ ആ വിരലുകൾ ഉയർത്തി അവന്റെ മുഖം കൈക്കുമ്പിളിൽ ഒതുക്കും പോലെ കവിളിൽ ചേർത്തു. നന്ദേട്ടൻ ചിരിക്കുന്നത് കാണാൻ എനിക്ക് എന്തിഷ്ടാണെന്നോ? മറ്റേതോ ലോകത്തിൽ എന്ന പോലെ ചോദിക്കുന്നവളുടെ ആ ചോദ്യം കേട്ടതും ഹരിയുടെ ചുണ്ടുകൾ ഒന്നും കൂടി വിടർന്നു. അവളുടെ വിരൽത്തുമ്പ് തൊട്ട തന്റെ കീഴ്ചുണ്ടിൽ പെണ്ണിന്റെ കൈയെത്തിയതും അവൻ ആ വിരൽത്തുമ്പിനറ്റം പിടിച്ചു വെച്ചു. പിന്നെ ആ കണ്ണിലേക്ക് മാത്രം നോക്കി ചുണ്ടുകളാലല്ലാതെ അവന്റെ നിശ്വാസം ആ കയ്യിൽ തട്ടിച്ചതും നന്ദേട്ടാ. ശരീരമാകെ അറിയുന്ന വിറയൽ പോലെ അവളുടെ ശബ്ദവും നേർത്തുപോയി. അത്രയും മതിയായിരുന്നു ഹരിക്കും. ഒരു കൈയാൽ മാത്രം അവൾ അകന്നു പോകാതിരിക്കാൻ ചുറ്റിപ്പിടിച്ചവൻ ഇരു കൈകൾ കൊണ്ടും അവളെ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചു. അല്പം മുന്നേ എന്ത് കാരണം കൊണ്ടാണോ അവളുടെ മുന്നിൽ നിന്നും ഓടി ഒളിക്കാൻ ശ്രമിച്ചത് ആ കാരണങ്ങളൊക്കെ അറിയാതെ മറവിക്ക് വിട്ടുകൊടുത്ത പോലെ ആയി അവൻ. ഇനിയും ആ പെണ്ണിൽ നിന്നും ഒരു അകൽച്ച വയ്യ എന്ന പോലെ അവളെ നെഞ്ചോടടക്കി പിടിക്കുമ്പോൾ എപ്പോഴൊക്കെയോ അവളെ എന്നേക്കുമായി ഉപേക്ഷിക്കും എന്നുള്ള തീരുമാനത്തെ 1000 വട്ടം അറിയാതെ തന്നെ മറവിയിലേക്ക് തള്ളിവിട്ടു അവൻ. 8 ദിക്കും പൊട്ടുമാറ് ഇടിമിന്നലോട് കൂടിയുള്ള മഴ പെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അതുവരെ ഒട്ടി നിന്നവർ പെട്ടെന്ന് ശബ്ദം കേട്ട് അകന്നു മാറുന്നത്. ആ ഒരു നേരത്തെ ചിന്തകളിലും പ്രവൃത്തിയിലും ഒരുമിച്ചിരുന്നവർക്ക് പെട്ടെന്നുള്ള അകൽച്ചയിൽ പരസ്പരം നോക്കാൻ വല്ലാത്ത ചമ്മല് തോന്നി. അവൾ വേഗം ചാടി പിരണ്ട് അവനടുക്കൽ നിന്നും എഴുന്നേറ്റു. അവന്റെ അവസ്ഥയും ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. പെണ്ണ് എഴുന്നേറ്റതിന്റെ പിന്നാലെ തന്നെ അവനും എഴുന്നേറ്റൊരൽപ്പം മാറി നിന്നു. പരസ്പരം ഒന്ന് നോക്കാനോ എന്തെങ്കിലും ഒന്ന് പറയാനോ പറ്റാത്തതും രണ്ടുപേരുടെയും മിഴികൾ വല്ലാതെ പിടഞ്ഞുപോയി. ചാറ്റലിൽ തുടങ്ങിയ മഴ മെല്ലെ കൂടാൻ തുടങ്ങിയതും അകത്തേക്കടിച്ച തണുത്ത കാറ്റിൽ അവളുടെ ശരീരമൊന്ന് വിറച്ചു. നിമി നേരത്തേക്ക് അവളിലേക്ക് പാഞ്ഞ കണ്ണുകൾ അത് കൃത്യമായാണ് ഒപ്പിയെടുത്തത്. പെണ്ണിന്റെ ആ ഒരു വിറയൽ മുന്നിൽ കണ്ടതും അവൻ അറിയാതെ പുഞ്ചിരിച്ചുപോയി. ചൂടുണ്ട്, കുടിച്ചോ. പെണ്ണിന്റെ ആ വിറയൽ കണ്ടവൻ മുന്നിലിരിക്കുന്ന കോഫി അവൾക്ക് നേരെ നീട്ടിയതും അവനെ നോക്കാൻ മടിച്ചവൾ പെട്ടെന്ന് അതെടുത്ത് ചുണ്ടോട് ചേർത്തു. ആ നേരം വരെ ആകെ മൊത്തം മൂടിയ പരിഭ്രമത്തിൽ ചെയ്തു പോയതാണ് അതെങ്കിലും അത് നാവിൽ തൊട്ട നിമിഷം അവൾ ഇരു കണ്ണുകളും അമർത്തി പൂട്ടിപ്പോയി. അത്രയ്ക്കുണ്ടായിരുന്നു കടുപ്പവും അതിമധുരവും. അതുവരെ വെപ്രാളപ്പെട്ട് നിന്നവളുടെ പെട്ടെന്നുള്ള മുഖം മാറ്റം കണ്ടതും ഒരുപക്ഷെ കോഫി ചൂടായി നാവ് പൊള്ളിയോ എന്നുള്ള ഭയത്തിൽ അവൻ ഓടിക്കൊണ്ട് അവൾക്കടുത്തേക്ക് ചെന്നു. എന്താടാ, നാവ് പൊള്ളിയോ? തോളിൽ പിടിച്ചു ചേർത്ത് കയ്യിലിരുന്ന കോഫി വാങ്ങി ടേബിളിൽ വെച്ചുകൊണ്ടുള്ള അവന്റെ ആവലാതി നിറഞ്ഞ ചോദ്യം കേട്ടതും പെണ്ണ് ആ മുഖത്തേക്ക് നോക്കി. കണ്ണേ. തന്നെ തന്നെ നോക്കി നിൽക്കുന്നവ പിന്നെയും മിണ്ടുന്നില്ല എന്ന് കണ്ടതും അവന് വെപ്രാളമായി.
വന്നേ, ഫ്രിഡ്ജിൽ തണുത്ത വെള്ളം ഉണ്ടാകും, അത് വായിലൊന്ന് കൊള്ള്. അവളെയും കൂട്ടി അടുക്കളയിൽ നടക്കാൻ പോയവനെ പെണ്ണ് പിടിച്ചു നിർത്തി. അത് അത് കുഴപ്പമൊന്നുമില്ല, അവനെ നോക്കാതെ പറഞ്ഞുകൊണ്ട് അവൾ തോള് വെട്ടിച്ച് ആ കോഫിയുമെടുത്ത് അടുക്കളയിൽ പോകാനായി നടന്നതും അവൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു നിർത്തി. ഉം പുരികം പൊക്കിയുള്ള ചോദ്യത്തിൽ കയ്യിലിരുന്ന കോഫിയിലൊന്ന് നോക്കിയവൾ തല വെട്ടിച്ചുകൊണ്ട് പിന്നെയും അകത്തേക്ക് കയറാൻ പോയതും ഇത്തവണ അവൻ അവളെ പിടിച്ചു നിർത്തിയത് മാത്രമല്ല, പെണ്ണിനെ തോളിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്ത് നിർത്തുക കൂടി ചെയ്തു. അങ്ങനെ അങ്ങ് പോകാതെ മറുപടി പറഞ്ഞിട്ട് പോകണ്ണേ. അടുത്തു നിൽക്കുന്നവളുടെ വിറയിൽ ആസ്വദിച്ചുകൊണ്ട് തന്നെ അവൻ അത് പറയുന്നതിന്റെ ഒപ്പം അവളുടെ കയ്യിലുള്ള കോഫി മെല്ലെ സ്വന്തം കയ്യിലേക്ക് വാങ്ങി. ഒപ്പം അവളെ നോക്കിക്കൊണ്ട് തന്നെ അവൻ അത് ചുണ്ടിലേക്ക് വെക്കാൻ പോയതും, വേണ്ട നന്ദേട്ടാ. അതുവരെ അവനിൽ കുരുങ്ങി നിന്നവൾ പെട്ടെന്നാണ് അവന്റെ കയ്യിൽ പിടിച്ചത് തിരികെ വാങ്ങിയത്. എന്താ കണ്ണേ, ഇങ്ങനെ തട്ടിപ്പറിച്ചാൽ ചൂടുള്ളത് കയ്യിൽ വീണ പുള്ളില്ലേ? ഇത്തിരി ഒച്ചയെടുത്തുകൊണ്ടുള്ള അവന്റെ ആ ചോദ്യത്തിൽ പെണ്ണ് മറുപടി പറയാതെ പരിങ്ങി. പെട്ടെന്നുള്ള അവളുടെ വെപ്രാളവും ഇപ്പൊ കാണിക്കുന്ന ഈ പരിങ്ങലും ഒക്കെ കൂടി കണ്ടതും ഹരിയുടെ മുഖം ഒന്ന് ചെറുകി. എന്താ കണ്ണേ? ഇതിനിടയിൽ തന്നിൽ നിന്ന് മാറി നിന്നവൾ കരികിലേക്ക് ചെന്നുകൊണ്ട് അവനത് ചോദിച്ചതിന്, എനിക്കൊന്നുമില്ല നന്ദേട്ടൻ, ഞാൻ വേറെ കോഫി ഇട്ടുകൊണ്ട് തരാം, ഇതെന്തായാലും വേണ്ട. അല്പം മുന്നേ വാശിക്ക് ചെയ്തതാണെങ്കിലും ഇപ്പോൾ അവനത് കുടിക്കാൻ പോകുകയാണെന്ന് ഓർക്കുമ്പോൾ തന്നെ അവൾക്ക് വല്ലാത്ത പോലെ തോന്നി. അതെന്തിനാ ഇപ്പൊ വേറെ കോഫി? എനിക്ക് ഇത് തന്നെ മതി. പറയുന്നതിന്റെ ഒപ്പം തന്നെ അവൻ അവളുടെ കയ്യിൽ നിന്നും ബലത്തിൽ അത് പിടിച്ചു വാങ്ങി ചുണ്ടോട് ചേർത്തതും അവളിൽ മുറുകിയിരുന്ന പിടി അയഞ്ഞുകൊണ്ട് അവന്റെ മുഖം എന്തോ കയ്പ് നീര് കുടിച്ച പോലെ ചെറുതായി പോയി. ഇതെന്താടി? കയ്പൻ കഷായം നെടുകെ മധുരത്തിൽ വായിലേക്ക് വന്നു എന്ന് കണ്ടതും തുപ്പാൻ പോയവൾ അറിയാതെ ഒരു ഇറുക്കിറുക്കി മുഖം ചുളിച്ചുകൊണ്ട് അവനത് ചോദിച്ചു. അവന്റെ മുഖത്തുള്ള ഭാവം കാണുമ്പോൾ തന്നെ അറിയാം അടുത്തതിനി അടിയാകുമെന്ന്. അല്പം മുന്നേ തോന്നിയ കുളിരുകോരക്കവും പരവേശനമൊക്കെ എങ്ങനെയാണ് പടിയിറങ്ങിപ്പോയതെന്ന് ആ നിമിഷം മണിക്കുട്ടിക്ക് അറിയില്ല. എടി കുരുത്തം കെട്ടതേ, നിന്നോടാണ് ചോദിച്ചത്. കയ്യിലിരുന്ന വിശേഷപ്പെട്ട പാനീയം മുന്നിലെ സോഫയിലേക്ക് വെച്ചുകൊണ്ട് അവളുടെ ചെവിയിൽ പിടുത്തമിട്ട് തുടങ്ങിയവൻ. നന്ദേട്ടാ വേണ്ട. അവൾ ഇരു ചെവിയും പൊത്തി. പെണ്ണ് കണ്ണിറുക്കി നിലത്തേക്ക് കുനിഞ്ഞിരുന്നു. കാരണം അവന്റെ ആ ചെവിക്ക് പിടുത്തം തന്നെ. എന്തോരം വേദനിക്കുന്നോ? പെണ്ണിന്റെ ദയനീയഭാവവും ആ ഇരുത്തമൊക്കെ കണ്ടതും പുറത്തേക്ക് വന്ന ദേഷ്യം എങ്ങനെയോ മാറി ഹരിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മിന്നി. വേദന ഇത്രയും പേടിയാണെങ്കിൽ എന്തിനാടി ഓരോരോ കുരുത്തക്കേടുകൾ ഇങ്ങനെ നീ വന്ന് കാണിക്കുന്നത്? കൈത്തൊടയിൽ പിടിച്ചവളെ അകത്തേക്ക് നിർത്തിക്കൊണ്ട് ആ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോഴും പെണ്ണിന്റെ കണ്ണുകൾ അടഞ്ഞു തന്നെ നിന്നു. അത് പിന്നെ നന്ദേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അപ്പോഴത്തെ ദേഷ്യത്തിൽ ചെയ്തു പോയതാ. പറയുന്നതിന്റെ ഒപ്പം തന്നെ അവൻ 6 പേപ്പർ എഴുതിയെടുക്കാൻ പറഞ്ഞതിന്റെ ദേഷ്യം നിമിഷം കൊണ്ടാണ് അവളിൽ മുന്നിട്ട് വന്ന് നിന്നത്. എന്ത്? ഞാൻ പേപ്പറുകൾ എഴുതിയെടുക്കാൻ പറഞ്ഞതോ? അവന്റെ പതിഞ്ഞുള്ള ചോദ്യം കേട്ടതും അവൾ ഒരു കണ്ണു മാത്രം തുറന്ന് തലയാട്ടി. നിനക്ക് പഠിച്ച് ജോലി വാങ്ങണം എന്നുള്ളതല്ലായിരുന്നോ ഏറ്റവും വലിയ ആഗ്രഹം? എന്നിട്ടിങ്ങനെ സപ്ലിയും കൊണ്ട് നടന്നാൽ? അവന്റെ മുഖത്ത് കാർക്കശ്യം നിറഞ്ഞു. എനിക്കിപ്പോ എപ്പോഴും നന്ദേട്ടനെ കണ്ടുകൊണ്ടിരിക്കാനാണ് ആഗ്രഹം എന്ന് മനസ്സിൽ പറഞ്ഞവൾ ആ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ തന്നെ നോക്കി നിന്നു. സാധാരണ താൻ വഴക്ക് പറയുമ്പോഴും കണ്ണു നിറച്ചു നിൽക്കുന്നവൾ ഇന്ന് അതൊന്നും കേൾക്കാതെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും ഹരിയും അറിയാതെ പതറി. കണ്ണേ, അവൻ പെണ്ണിന്റെ കൈത്തുടയിൽ നിന്നും പിടിവിട്ട് അല്പം കൂടി ഗൗരവത്തിൽ വിളിച്ചു. അവന്റെ ആ വാക്കുകളിലെ ദേഷ്യം അവളെ നന്നായി ഉലച്ചു. എന്തിനെന്നറിയാതെ പെണ്ണിന്റെ കണ്ണു നിറഞ്ഞു. അത് കണ്ടതും ഹരിയും വല്ലാതെയായി. കണ്ണേ, അവളുടെ നിറഞ്ഞ മിഴികൾ കണ്ടവൻ വിളിച്ചതും പെണ്ണ് അവന്റെ കൈ തട്ടിമാറ്റി മുറിയിലേക്ക് ഓടിക്കയറി. ഷേ! കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്നവളെ കണ്ടതും വല്ലാത്തൊരു ദേഷ്യത്തോടെ ഹരി സോഫയിലേക്കൊന്ന് ആഞ്ഞടിച്ചു. ഒന്നാമത് ഈ സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവൾ കരയുമെന്നറിയാമായിരുന്നിട്ടും പിന്നെയും അവളെ വഴക്ക് പറഞ്ഞതിൽ അവന് സ്വയം ദേഷ്യം തോന്നി. ഒക്കെ ഒന്ന് നേരെയായതായിരുന്നു. തന്റെ ഈ മുൻകോപം. അവന് സ്വയം തോന്നിയ ദേഷ്യത്തിൽ പിന്നെയും ഒരിക്കൽ കൂടി ആ കൈവെള്ള സോഫയിൽ അമർന്നു. പിന്നെ ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അവൻ നേരെ പോയത് അവളുടെ മുറിയിലേക്കായിരുന്നു. ചെല്ലുമ്പോൾ പെണ്ണ് കട്ടിൻകാലിൽ കുനിഞ്ഞിരുന്ന് കരയുന്നുണ്ട്. ചൂണ്ടുവിരലും തള്ളുവിരലും കൊണ്ട് നെറുകെ ഒന്ന് അമർത്തി പിടിച്ചുകൊണ്ടവൻ അവൾക്കടുത്തേക്ക് ചെന്നിരുന്നു. ശരീരമൂലയിൽ നിന്ന് മനസ്സിലാക്കാം പെണ്ണ് ഏങ്ങലടിക്കുകയാണെന്ന്. അവൻ മെല്ലെ അവളുടെ തോളിലേക്ക് കൈവച്ചതും പെണ്ണ് ആ തോളും കൊണ്ട് തന്നെ കൈവെട്ടിച്ചു. പിന്നെയും 1-2 തവണ കൂടി ആയതും ഇത്തവണ അവൾ കുറച്ചുകൂടി അങ്ങോട്ടേക്ക് നീങ്ങിയിരുന്നതല്ലാതെ അവനോട് പിണക്കം കാണിച്ചു. അത് കണ്ടതും അവളുടെ ദേഷ്യത്തിന്റെ ആക്കം കുറഞ്ഞു എന്ന് തോന്നിയവൻ അവളെ മൊത്തത്തിൽ തോളിൽ പിടിച്ചുകൊണ്ട് തനിക്ക് നേരെ തിരിച്ചു. എന്തിനാപ്പോ ഇത്രയും സങ്കടം? ഞാൻ അത്രയ്ക്ക് സങ്കടം വരുന്ന എന്തെങ്കിലും ആണോ പറഞ്ഞത്?
ശരിക്കും ഉള്ളിൽ അങ്ങനെ സംശയം തോന്നി തന്നെയാണ് അവൻ ചോദിച്ചത്. അതിന് പെണ്ണ് പാതി വഴി ഉയർത്തി അവനെ ഒന്ന് നോക്കി. പറയടാ, എന്റെ കൊച്ചിന് പഠിക്കണ്ടേ? അവളെ അല്പം കൂടി ചേർത്ത് പിടിക്കാൻ നോക്കിയതും പെണ്ണ് അവന്റെ മുഖത്ത് നോക്കി ആ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവളെ ഒന്നും കൂടി ചേർത്ത് പിടിച്ച് താടിത്തുമ്പ് ഉയർത്തി അവൻ ആ കണ്ണിലേക്ക് നോക്കി. പഠിക്കണ്ടേ? അതിന് പെണ്ണ് മറുപടി പറയുന്നില്ലെന്ന് കണ്ടതും അവൻ മെല്ലെ പറഞ്ഞു തുടങ്ങി. നിനക്കൊരു കാര്യം അറിയോ കണ്ണേ? അവൾ അവനെ കേൾക്കാനെന്ന പോലെ ആ നെഞ്ചിൽ താടിത്തുമ്പ് മുട്ടിച്ച് അവന്റെ കണ്ണിലേക്ക് നോക്കി. നീ പഠിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന ആദ്യത്തെ പ്രശ്നം എന്താണെന്നറിയോ? അതുവരെ കുനിഞ്ഞിരുന്നവൾ മെല്ലെയാണ് മുഖം ഉയർത്തിയത്. നമുക്കറിയുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു തുടങ്ങും. അവൻ ഒരു നിമിഷം നിർത്തി ആ കണ്ണിലേക്ക് നോക്കി തന്നെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. നന്ദി.